നാരായണ നാരായണ. ഉണ്ണീകൃഷ്ണ സന്തോഷിക്കണേ. പരീക്ഷത്ത് മഹാരാജാവിൻ്റെ സപ്താഹ മണ്ഡപത്തിൽ 6ാമത്തെ ദിവസം ആയി കഴിഞ്ഞിരിക്കുന്നു. അന്ന് ആ മഹാരാജാവ് അന്ന് വരെ കഥകളിങ്ങനെ കേട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി മരണത്തെ പോലും ഓർമ്മയില്ലാതായിരിക്കുന്ന ഘട്ടത്തിലെത്തിയിരിക്കുക അദ്ദേഹം. ഇങ്ങനൊരു ഭാവം ഇങ്ങനൊന്നുണ്ട് തന്നെ മറന്നുപോയിരിക്കുകയാണ് കഥ കേട്ട് അതിലിങ്ങനെ ലയം പ്രാപിച്ചിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പറഞ്ഞത്, ഭഗവാനെ മഹർഷേ, ഭഗവാന്റെ ലീലകളങ്ങ് പലതും പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വീര്യാനന്തവീര്യസ്യ ശ്രോതുമിച്ഛാമഹേ പ്രഭോ യാനി ചാന്യാനി. വേറെ ഇനിയും കഥകൾ അനേകമുണ്ട് ഭഗവാനെ കുറിച്ച്. എന്നാൽ അതിലേറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഏതോ അതൊന്നും കൂടി കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് കേട്ട് പരമസന്തോഷത്തോടു കൂടി മഹർഷി ധ്യാന നിമഗ്നനായി അങ്ങനെ ഇരുന്നു കുറച്ച് സമയം. ഇനി ഏത് കഥയാ പറയേണ്ടത് എന്നുള്ള ചിന്തയിലാണ് അദ്ദേഹം ഇരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ണുമിഴിച്ച് പറഞ്ഞു, വിശേഷപ്പെട്ട ഒരു കഥ ഞാനിന്ന് പറയാം. അത് അദ്ദേഹത്തിന് ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കൃഷ്ണസ്യാസീർ സഖാ കശ്ചിൽ ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയ. ഇങ്ങനെയുള്ള ഒരു ആളാണ് ഭഗവാന്റെ ചങ്ങാതി. ഇങ്ങനെയൊക്കെയുള്ള ഒരാൾക്ക് മാത്രമേ ആ സഖ്യം സമ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ എന്നർത്ഥം. ആ ജിതേന്ദ്രിയനായി പ്രശാന്താത്മാവായി ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലെത്തിയ ഒരു മഹാഭക്തോത്തമന് മാത്രമേ അദ്ദേഹത്തിന്റെ ആ സഖ്യം സമ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള പരമയോഗ്യനായ ഒരു ബ്രാഹ്മണനായിരുന്നു ഇദ്ദേഹം. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിത വൃത്തിയാണെങ്കിലോ ജീവിതത്തിന് വേണ്ടി അദ്ദേഹം ഒന്നും പ്രവർത്തിക്കാറില്ല. അതാ യദർച്ഛയോപന്നേന സന്തുഷ്ട. യദർച്ഛ എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കും മാത്രമേ ഉള്ളൂ, കിട്ടിയില്ലെങ്കിലോ ഇല്ലേ. ഇങ്ങനെയുള്ള ഒരു ജീവിതമാണ് അദ്ദേഹത്തിന്റെ ജീവിതം. ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച ആളുമാണ്, ഒരു ഭാര്യയും ഉണ്ട്. അവരുടെ സ്ഥിതിയോ അവരും ഇതുപോലെ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ആൾ തന്നെയാണ്. തസ്യ ഭാര്യാകുചൈരസ്യ ക്ഷുക്ഷാമാച തഥാവിധ. അതേ ഭാവങ്ങളും സ്വഭാവങ്ങളും ഒക്കെ തികഞ്ഞവളാണ്. അങ്ങനെ ഈ ദാരിദ്ര്യത്തിന്റെ ആ കടുപ്പമുള്ള ആ ഭാവത്തിലാണ് അവർ ജീവിക്കുന്നത് അർത്ഥം. ഭക്ഷണത്തിനൊന്നും സാധനങ്ങളോ ഒന്നും സ്വന്തമായിട്ട് ഉണ്ടാക്കാറുമില്ല, ഒന്നും അതിനുവേണ്ടി പരിശ്രമിക്കാറുമില്ല. അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ആ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന് കൂടുതൽ ഈശ്വരനെ കുറിച്ചുള്ള ബോധം ഉള്ളതുകൊണ്ട് അതൊക്കെ സഹിക്കാനുള്ള ശക്തി കുറെ കൂടുതലായിട്ട് ഉള്ള ആളാണ് ഈ കുചേലൻ. മറ്റേ അവർക്കാണെങ്കിലോ അത്രക്ക് എത്താത്തത് കൊണ്ട് കുറെ ദിവസങ്ങളോളം ഇങ്ങനെ ക്ഷമിച്ചു. അതിന്റെ ഇടയിൽ വല്ല താളോ തകരയോ എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കും, ഇല്ലെങ്കിൽ എല്ലാവരും ചിലരെ ഇവരുടെ ഈ ദീനഭാവം കണ്ടിട്ട് അത്യാവശ്യം ആൾക്കാർ എന്തെങ്കിലും കൊടുക്കും. അത് കിട്ടിയാൽ അത് കുറച്ചാക്കി ഉപയോഗിച്ച് ദിവസങ്ങളിങ്ങനെ കഴിച്ചു കൂട്ടുകയാണ് പതിവ്. അതുകൊണ്ട് രണ്ടുപേരും വളരെയധികം ക്ഷീണിതരാണ്. ധമനിസന്ധത കേവലം എല്ലാം തോലും മാത്രമായിട്ട് ഇങ്ങനെ വശായിരിക്കുന്ന ഒരവസ്ഥയിലാണ് അവരുടെ ജീവിതം. അങ്ങനെ ഇരിക്കുന്ന സമയത്തൊരു ദിവസം ഈ ഭാര്യ അദ്ദേഹത്തോട് പറയുന്നു, ഞാൻ ഇവിടത്തോടൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തോട് സ്വതവേ പറയാൻ സമയം കിട്ടാറില്ല. അങ്ങനെ പ്രഭാതത്തിൽ കുളി കഴിഞ്ഞാൽ അദ്ദേഹം പൂജാമുറിയിൽ ചെന്നിരുന്ന് ഭഗവാനെ ആരാധിക്കാൻ തുടങ്ങിയാൽ 12 മണി വരെ അവിടെ ഇരിക്കും. അപ്പോഴാണ് ഒന്ന് നിർത്തുക. അത് കഴിഞ്ഞ് പുറത്തേക്ക് വന്നാൽ ഭക്ഷണം ചോദിക്കൊന്നുമില്ല അദ്ദേഹം, വല്ലതും കൊടുത്താൽ കഴിക്കും, അത്രയേ ഉള്ളൂ.
താനൊന്നും കൊണ്ടുകൊടുത്തില്ല, പിന്നെന്താ ചോദിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ സമ്പാദിച്ചിട്ട് ഒരു ചെറിയ ഭക്ഷണം കൊടുത്തു നാക്കി തീർക്കും, അത്രയേ ഉള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞാൽ താമസമില്ല, ഉടനെ വീണ്ടും പൂജാമുറിയിലേക്ക് പോയി. ഇങ്ങനെയാണ്. അപ്പൊ ഈശ്വര ആരാധനയ്ക്ക് ഭംഗം വരാത്ത രൂപത്തിൽ കർത്താവിനോട് ഈ സംഗതി പറയണമെന്ന് ഉദ്ദേശിച്ചിട്ട് കുറേ ദിവസമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഊണ് കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറഞ്ഞതാ, ഞാൻ ഇവിടത്തോടൊരു കാര്യം പറയാൻ ഇങ്ങനെ കുറേ ദിവസമായി വിചാരിക്കുന്നു. എന്താണെന്ന് ചോദിച്ചു. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടുത്തെ ചങ്ങാതിയാണ് എന്ന് എന്നോട് പലപ്പോഴും പറയാറുണ്ടല്ലോ. ഇല്ലേ ചോദിച്ചു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്, യാതൊരു സംശയമില്ല. ഇപ്പോഴും അദ്ദേഹം എന്റെ ചങ്ങാതി തന്നെയാണ്. എന്നാൽ ശ്രീവല്ലഭനായിരിക്കുന്ന അദ്ദേഹത്തിനെ ഒന്ന് ചെന്ന് കണ്ടുകൂടെ എന്നാണ് ചോദ്യം. ഒന്നും പറഞ്ഞില്ല അദ്ദേഹം. എന്താ കാരണം? ഇവിടെ അവിടുത്തെ ഒന്ന് ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒന്ന് കാണുക വേണ്ടു, ഒന്നും ചോദിക്കൊന്നും വേണ്ട. ദാസ്യരിദ്രവിണംബൂരി സീതതേ കുടുംബിനെ, അങ്ങയൊന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങയുടെ കുടുംബത്തിന് ജീവിക്കാൻ വേണ്ട സമ്പത്തൊക്കെ അവിടുന്ന് തരും എന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ഒന്ന് ചെന്ന് കണ്ടുകൂടെയെന്ന് ചോദിക്കുക. അതേ ഇപ്പോൾ ദ്വാരകയിൽ 16,108 മഹാലക്ഷ്മിമാരോടുകൂടി ലോകത്തെ മുഴുവനും കടാക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഈ കാലഘട്ടത്തിൽ അവിടെ ഒന്ന് ചെന്ന് അദ്ദേഹത്തെ ഒന്ന് കണ്ടാൽ മതി എന്ന് പറയാം. അദ്ദേഹം ഒന്നും വിട്ടിയില്ല. അങ്ങനെ പൂജാമുറിയിലേക്ക് പോവുകയും ചെയ്തു. മറുപടി ഒന്നും പറഞ്ഞില്ല. അവിടെ ചെന്നിരുന്നിട്ട് അദ്ദേഹം ആലോചിക്കുകയാണ്. ഇവളിപ്പോ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ട് കുറച്ച് സമ്പത്ത് വേണമെന്ന് ഭഗവാനോട് പറയണമെന്നാണ് പറയുന്നതിൽ താല്പര്യം. ഒരിക്കലും ഉണ്ടാവില്ല. ഭഗവാനെ കണ്ടിട്ട് സമ്പത്ത് വേണമെന്ന് പറയുന്ന ഒരവസ്ഥ എന്നിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവില്ല, തീർച്ചയാണ് എന്ന് വിചാരിച്ച് ഉറപ്പിച്ചു വെച്ചു. അന്നങ്ങനെ കഴിഞ്ഞു. പിറ്റേ ദിവസവും ഇതുപോലെ ചോദിച്ചു, ഒന്ന് പോയിക്കൂടെ? മറുപടി ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു യുക്തി, ഒരു കാര്യമുണ്ട് ഈ പറഞ്ഞതിൽ തോന്നുക. എന്താ? അയം ഹി പരമോലാഭ ഉത്തമശ്ലോക ദർശനം. ഇപ്പോൾ പറയുന്നതിൽ ഒരു കാര്യം സ്വീകരിക്കേണ്ടതാണ്. എന്താ അത്? ഉത്തമശ്ലോക ദർശനം പരമോലാഭ. ശ്രീകൃഷ്ണ ഭഗവാനെ ഒന്ന് ദർശിക്കുക എന്നുള്ളത് ജീവിതത്തിലൊരു ധന്യമായിട്ടുള്ളൊരവസ്ഥ തന്നെയാണ്, പരമലാഭം തന്നെയാണ്. അതുകൊണ്ട് ആ ഭാഗം മാത്രം സ്വീകരിക്കാൻ ശിച്ചു, മറ്റേതൊക്കെ പോട്ടെ എന്നുള്ളതാണ്. അന്ന് പറഞ്ഞു, ഞാൻ ഏതായാലും നാളെ രാവിലെ തന്നെ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്താ അദ്ദേഹത്തിന് സമർപ്പിക്കാൻ ഇവിടെ ഉള്ളത് അത് തയ്യാറാക്കി വെച്ചോളൂ, ഞാൻ രാവിലെ പോകും എന്ന്. ആട്ടെ, എന്തെങ്കിലും തരാം എന്ന് പറഞ്ഞ് അദ്ദേഹം പൂജാമുറിയിലേക്ക് പോയി. ഇവർക്ക് ചിന്തയായി, എന്താ ഞാൻ കൊടുക്കേണ്ടത്? അവിടെ യാതൊന്നും കൊടുക്കാനില്ല. ഇതുവരെ വേറെ എഴുതിട്ട് ചെന്ന് യാചിച്ചിട്ടുമില്ല. ഈ യാചിച്ചിട്ട് ഭക്ഷണം കഴിക്കുക, നിത്യവൃത്തി കഴിക്കുക എന്നുള്ളത് വളരെ ഗ്രഹണീയമാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പോ ഭഗവാനെ നിവേദിക്കാൻ എന്താ കൊടുത്തയക്കേണ്ടത്? കഠിനമായ ദുഃഖത്തോടു കൂടി വിചാരിച്ചു അവർ. അവസാനം അവർക്ക് തോന്നിയത് ഭഗവാനെ നിവേദിക്കാൻ വേണ്ടി ഒരു 4 ഗ്രഹത്തിൽ ചെന്ന് യാചിക്കുക തന്നെ എന്ന് തീർച്ചയായും ഭഗവാനെ നിവേദിക്കാനാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ അന്ന് വൈകുന്നേരം അടുത്ത 4 ബ്രാഹ്മണ ഗ്രഹങ്ങളിൽ ചെന്ന് പറഞ്ഞു, ഭർത്താവ് നാളെ ദ്വാരകയിലേക്ക് പോവുകയാണ്, ഭഗവാനെ നിവേദിക്കാൻ കൊടുത്തയക്കാൻ ഒന്നും എന്റെ കയ്യിലില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഈ അവസരത്തിലൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. ഈ ദരിദ്രന്മാരോട് ധനികന്മാർക്ക് എപ്പോഴും പുച്ഛാണ്, എങ്ങനെയാ സ്വഭാവം. അവരെന്താ കൊടുത്തു വെച്ചാൽ ഒരു പിടി പൃഥുകതണ്ടുലം എന്നാ പറയുന്നത്. പൃഥുകതണ്ടുലം എന്ന് പറഞ്ഞാൽ അരിയവല് എന്ന് പറയാം. പൃഥുകം എന്ന് പറഞ്ഞാൽ അവിലാണ്, തണ്ടുലം എന്ന് പറഞ്ഞാൽ അരിയാണ്. അപ്പോ ഈ പൃഥുകതണ്ടുലം എന്ന് പറയുന്നത് പഴകിയ ഒരവിലിന്റെ പാത്രത്തിൽ കൈയിട്ടിട്ട് അതിൽ നിന്നൊരു പിടി വാരി കൊടുത്തു. ഇത് 4 ഗൃഹത്തിൽ നിന്ന് ഇങ്ങനെ 4 പിടി കിട്ടിയപ്പോൾ സന്തുഷ്ടയായ അവരെ നേരെ ഗൃഹത്തിൽ തിരിച്ചു വന്നു. സന്ധ്യ കഴിഞ്ഞപ്പോൾ അതിന്റെ ഉള്ളിൽ ഇതിലെന്തെങ്കിലും വൃത്തികേടുണ്ടോ എന്ന് നോക്കാൻ വിളക്ക് കത്തിക്കാനും കൂടെ മാർഗമില്ലാത്തൊരവസ്ഥയാണ്.
ഒരു പലകയുടെ മേലെ അതൊക്കെ നിരത്തി കൈ കൊണ്ട് തപ്പി അതിൽ നിന്ന് കല്ല് കൈക്കൊക്കെ തടഞ്ഞത് പെറുക്കി കളഞ്ഞിട്ട് അത് ഒരു കെട്ടിക്കൊടുക്കാൻ എന്തെങ്കിലും വേണ്ടേ, അതിനും കൂടി അവിടെ യാതൊന്നുമില്ല. അവര് ധരിച്ചിരുന്ന ആ ഉടുത്തിരുന്ന വസ്ത്രത്തിന്റെ ഒരു ഭാഗം ചീന്തിയെടുത്ത് അതിൽ ഇത് വെച്ച് അതിന്റെ തന്നെ ഒരു ഭാഗം ചീന്തിയിട്ട് ഭദ്രമായിട്ട് അത് കെട്ടി തയ്യാറാക്കി വെച്ചു. രാത്രിയിൽ ഈ വിചാരത്തോടു തന്നെ കിടന്നുറങ്ങി. അദ്ദേഹം അങ്ങനെ ഭഗവാനെ കാണാനുള്ള ഔത്സുക്യം നിമിത്തം രാത്രി ഉറപ്പൊന്നും വേണ്ട പോലെ ഉണ്ടായില്ല, സന്തോഷം കൊണ്ട്. അങ്ങനെ പ്രഭാതകാലമായപ്പോൾ എണീറ്റ് കുളിച്ച് ദിനചര്യകളൊക്കെ കഴിഞ്ഞ് പ്രഭാതമായപ്പോൾ അദ്ദേഹം യാത്ര പുറപ്പെട്ടു. ഇറങ്ങിയിട്ട് ചോദിച്ചു, എന്താ ഭഗവാനെ നിവേദിക്കാനുള്ളത് തരൂ എന്ന് പറയാം. അപ്പോൾ ഈ അവിൽക്കിഴി എടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. പ്രാർത്ഥിച്ചു കൊടുക്കുമ്പോൾ ഭഗവാനെ സർവാന്തര്യാമിയായ അവിടുന്ന് എല്ലാവരുടെയും ഹൃദയത്തിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്ന ആളാണ്. ഇദ്ദേഹം അവിടെ വന്നാൽ യാതൊന്നും ചോദിക്കില്ല എന്നുള്ള കാര്യം തീർച്ചയാണ്. പക്ഷേ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ അവിടുന്ന് അറിയുന്നതാണല്ലോ, അതുകൊണ്ട് ഒരു കരുണ ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭർത്താവ് ഈശ്വരനാണെന്ന ബോധത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ, ഈശ്വരന്റെ കയ്യിൽ തന്നെയാണ് താനിത് കൊടുക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് കയ്യിൽ കൊടുത്തു. അദ്ദേഹം എന്താ ഈ സാധനം എന്ന് നോക്കുക പോലും ചെയ്തില്ല. അത് ചുരുട്ടി തന്റെ കക്ഷത്തിൽ വെച്ച് അപ്പൊ തന്നെ അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു. അവിടുന്ന് ഇറങ്ങിയപ്പോ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സ് മനോരാജ്യത്തിലാണ് പുറപ്പെട്ടത്. മനോരഥത്തിൽ കയറിയ അദ്ദേഹം സഞ്ചരിച്ചത്. എന്താ മനോരഥം? ഞാനിപ്പോൾ ചെല്ലുന്നത് ഇവിടത്തേക്കാണ്. ഈ ഇരയിലുലകിലും പതിയായ സാക്ഷാൽ സച്ചിദാനന്ദ ബ്രഹ്മമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആസ്ഥാനമായ ദ്വാരകയിലേക്കാണ് പുറപ്പെടുന്നത്. എന്തായിരിക്കും അവിടുത്തെ അത്ഭുതമായ ഐശ്വര്യങ്ങൾ? അവിടെ ചെന്നാൽ എങ്ങനെയാ ആ അദ്ദേഹത്തിനെ കണ്ടുപിടിക്കുക? അഥവാ കണ്ടാൽ തന്നെ അദ്ദേഹത്തിന് എന്നെ അറിയാവോ? നിശ്ചയില്ല. എന്താ കാരണം? കുട്ടിക്കാലത്ത് കളിക്കുന്ന സ്കൂളിലൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് വളരെയധികം സ്നേഹത്തോടു കൂടി കഴിഞ്ഞിട്ടുള്ള ആളൊക്കെ തന്നെ പഠനമൊക്കെ കഴിഞ്ഞ് പ്രായമൊക്കെ വന്ന് കുറെ ഉദ്യോഗമോ അല്ലെങ്കിൽ മറ്റുള്ള ധനസമ്പത്തോ ഒക്കെ ധാരാളം വന്നു കഴിഞ്ഞ് ഉയർന്ന ഒരു സ്ഥിതിയിലായി കഴിഞ്ഞാൽ ഈ പഠിക്കുന്ന കാലത്ത് ഒന്നിച്ചു ചേർന്ന് പഠിച്ചവരൊന്നും ഓർമ്മയുണ്ടാവില്ല, കണ്ടാൽ കണ്ടു നൽകുന്നില്ല. അങ്ങനെ ആ ലോകത്തിന്റെ സ്വഭാവം. അവിടെ എത്തിയാൽ എന്തായിരിക്കും സ്ഥിതി? കണ്ടിട്ട് വരാൻ പറ്റുമോ? ഇങ്ങനെയുള്ള 100 ചിന്തകളെ കൊണ്ട് അദ്ദേഹം സഞ്ചരിച്ച് ആ ദ്വാരകയുടെ അരികിലെത്തി. അപ്പോഴേക്ക് എത്രയാ ജനലക്ഷങ്ങളാണ് അവിടെ സദാസമയത്തും ആ ദ്വാരകയിലേക്ക് പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുന്ന ജനലക്ഷങ്ങൾ. ഇതൊക്കെ കൂടി കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ആകപ്പാടൊരു പരിഭ്രമം. സ്വതവേ ഏകാന്തത്തിലിരുന്ന് ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് വലിയ വലിയ ജനസമൂഹങ്ങളിൽ ചെല്ലുമ്പോൾ ഒരു പരിഭ്രമം ഉണ്ടാവുക സ്വഭാവമാണ്. അങ്ങനെ അദ്ദേഹം പരിഭ്രമിച്ചുകൊണ്ട് അകത്തേക്ക് കടക്കാനുള്ള മാർഗം, ആ മാർഗത്തിൽ ആരെയും തൊടാതെ മുട്ടാതെ താനൊരു മലിന വേഷക്കാരനാണ്. അതുകൊണ്ട് ആളുകൾക്ക് നമ്മളൊരു ജുഗുപ്സയായിട്ടുള്ളൊരവസ്ഥയുണ്ടാവും എന്നുള്ളത് കൊണ്ട് അദ്ദേഹം വളരെ ഒതുങ്ങി ആളുകൾക്കൊന്നും ബുദ്ധിമുട്ട് കൂടാത്ത രൂപത്തിൽ മെല്ലെ മെല്ലെ നടന്ന് അകത്തേക്ക് കടന്നു. അങ്ങനെ 7 കോട്ടകൾ 7 ഗോപുരങ്ങൾ കഴിഞ്ഞിട്ട് വേണം അവിടെ എത്തണമെങ്കിൽ. 6ാമത്തെ ഗോപുരത്തിൽ എത്തിയപ്പോൾ കുറെ കൂടി അദ്ദേഹത്തിന് പരിഭ്രമം നൽകി. എവിടെയായിരിക്കും ആ സ്ഥലം? അപ്പോഴാണ് ഒരു ബ്രാഹ്മണനെ കണ്ടത്. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ബ്രാഹ്മണനെ കണ്ടപ്പോൾ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, നമ്മുടെ ഒരു സുജാതി എന്ന് പറയുന്ന ഒരു ബന്ധം. അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു, ഏത് വഴിയിൽ കൂടി പോയാലാണ് ആ ദ്വാരകാനാഥനെ കാണാൻ സാധിക്കുക എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം വഴി എന്ന് പറഞ്ഞ് കൂട്ടി. അവിടുന്ന് കുറെ ഉള്ളിലേക്ക് ചെന്നപ്പോ ഒരു വലിയ നാൽക്കവലയിലെത്തി. ആ നാൽക്കവലയിൽ എത്തിയപ്പോ ഈ വഴിക്ക് ഇങ്ങനെ പോയിക്കോളൂ എന്ന് അവിടെ എത്തുന്നു പറഞ്ഞു. എന്താ കഥ? അവിടെ നിന്ന് നോക്കിയപ്പോ 4 ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ഒരു ദിഗ്ഭ്രമം. ഏതാ കിഴക്ക് പടിഞ്ഞാറെന്നൊന്നും നിശ്ചയമില്ലാതായി. അതിനുശേഷം അദ്ദേഹം ആ 16,108 മണിമാളികകളിലാണ്
ഈ മഹാലക്ഷ്മിമാരോടുകൂടി ഭഗവാൻ വിരാജിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലേത് മണിമാളികയിലാണ് ഭഗവാൻ ഉണ്ടാവുക എന്നൊരു സംശയമാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. 4 ഭാഗത്തേക്കും നോക്കി പകച്ചുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥ. ഈ സമയത്താണ് ഭഗവാൻ രുക്മിണി ദേവിയുടെ കൊട്ടാരത്തിൽ ആ സപ്രപഞ്ചക്കെട്ടിൽ കിടന്നുകൊണ്ട് ആ ദേവി വെഞ്ചാപരം കൊണ്ട് വീശിക്കൊണ്ടിരിക്കുന്ന ആ അവസരത്തിൽ ഭഗവാനോട് ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങൾക്കൊക്കെ ഭഗവാൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസരത്തിലാണ് പെട്ടെന്ന് ഭഗവാൻ ഒന്നും മിണ്ടാതായത്. ചോദിച്ചു, എന്താ ഇവിടെ ഒന്നും പറയാത്തത്, മറുപടി ഒന്നും പറയാത്തത് ചോദിച്ചു. അതിനും മറുപടി ഒന്നും പറഞ്ഞില്ല. അങ്ങനെ 1-2 ചോദ്യങ്ങൾ പിന്നെ അദ്ദേഹം കേട്ടതില്ല. അപ്പോൾ ഇവിടുന്ന് ആരെയാ ശ്രദ്ധിക്കുന്നത് എന്ന് നോക്കിയത്. ആ മണിമാളികയിൽ കിടന്നപ്പോൾ ഈ നാൽക്കവരെയും ഇങ്ങനെ പകച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയെ ഭഗവാൻ കണ്ടു. അപ്പോഴാണ് ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് തിരിഞ്ഞത്. ഒരു 2 മിനിറ്റ് മാത്രമേ കഴിഞ്ഞുള്ളൂ. പെട്ടെന്ന് ഭഗവാൻ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റു. ആ പുഞ്ചലം പടിഞ്ഞ പാദങ്ങളെ കൊണ്ട് ആ കോടിപ്പടവുകൾ അതിവേഗത്തിൽ ചാടി ഇറങ്ങി ഓടിച്ചെന്ന് ആ പകച്ചു നിൽക്കുന്ന അദ്ദേഹത്തിന് ചെന്ന് കെട്ടിപ്പിടിച്ചു, ആലിംഗനം ചെയ്തു. ആരായത് എന്നൊരു പരിഭ്രമം അദ്ദേഹത്തിനുണ്ടായി. വിചാരിക്കാതെ കണ്ട് അങ്ങനെ അടുത്ത് വന്നങ്ങനെ കെട്ടിപ്പിടിച്ചാൽ മുഖത്തേക്ക് നോക്കാൻ കാഴ്ചക്ക് ശക്തിയുണ്ടോ? അത് അത്ര അടുത്താവുമ്പോൾ കാണില്ല. അങ്ങനെ പക്ഷേ അദ്ദേഹത്തിന് ബോധമുണ്ടായി. എങ്ങനെ? ഈ ആള് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. കാരണം ആ സച്ചിദാനന്ദ സുഗന്ധമുണ്ട്, ഭഗവാന്റെ ദേഹത്തിലുള്ള ഒരു സുഗന്ധം. ഇത് തനിക്ക് മുമ്പ് പരിചയപ്പെട്ടതാണ് വിദ്യാലയത്തിൽ പഠിക്കുന്ന കാലത്ത്. അദ്ദേഹം തന്നെയാണെന്ന് ഉറപ്പായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിടണേ ഭഗവാനെ, വിടൂ എന്നെ. എന്റെ ദേഹത്തെ എല്ലും തോലും മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ പട്ടുപോലെ മൃദുലമായ ദേഹത്തിൽ അത് തറച്ച് വേദനിക്കും. ഈ നടന്നു വന്നിട്ടുള്ള വിയർപ്പ്, മലിനമായ ജലം അവിടുത്തെ ദേഹത്തിൽ തട്ടിയാൽ നാടി തുടങ്ങും. അത്ര അശുദ്ധമായിട്ടുള്ളതാണ് എന്റെ ദേഹം. അതുകൊണ്ട് വിടൂ എന്നിങ്ങനെ പറയാൻ അദ്ദേഹം വിട്ടില്ല. ഭഗവാൻ അവിടെ നിന്ന് അദ്ദേഹത്തെ കൂട്ടി തന്റെ മാളികയിലേക്ക് കൊണ്ടുപോയിരുന്നു. എങ്ങനെ കൊണ്ടുപോയത്? ഈ മാളികയിലേക്ക്, 7ാം നില മാളികയിലേക്ക് അദ്ദേഹത്തെ എത്തിക്കാന്ന് വെച്ചാൽ നടന്നു കയറാൻ അദ്ദേഹത്തിന് കഴിയില്ല, അത്ര ക്ഷീണിതനാണ്. എടുത്തിട്ട് അദ്ദേഹം ഒരൊറ്റ കയറ്റം അങ്ങനെ ഉണ്ടായത്. കയറി ആ പട്ടുമെത്തയിൽ അദ്ദേഹത്തെ ഇരുത്തി ആ രുക്മിണി ദേവിയെ ഒന്നങ്ങനെ നോക്കിയപ്പോൾ അദ്ദേഹത്തെ പൂജിക്കാനുള്ള സർവ്വ സൗകര്യങ്ങളും അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. വേഗത്തിൽ അദ്ദേഹം പറഞ്ഞു, കട്ടിലിന്റെ കൂടെ ഒന്നും ഇരുത്തരുതേ, ഞാൻ നിരത്തിരുന്നോളാം. അല്ല, അവിടെ തന്നെ ഇരിക്കണമെന്ന് നിർബന്ധമായി. അങ്ങനെ ഒരു ഭാഗം മാത്രം ഇങ്ങനെ കൊള്ളിച്ചുകൊണ്ട് ആ കട്ടിലിൽ ഇരുന്നു. അവിടെ കൊണ്ടുവച്ച സ്വർണ്ണ തളികയിൽ അദ്ദേഹത്തിന്റെ 2 പാദങ്ങളും എടുത്തു വെച്ച് സ്വർണ്ണ കിണ്ടി കൊണ്ട്, ഗംഗാജലം കൊണ്ട് അദ്ദേഹത്തെ കാല് കഴിച്ചു ഭംഗിയായിട്ട്. ആ കാല് കഴുകിച്ചതിന് ശേഷം ആ തീർത്ഥജലം എടുത്ത് താൻ വേണ്ട പോലെ ധരിച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ കുടുംബം മുഴുവൻ ഇതുകൊണ്ട് ശുദ്ധീകരിക്കും, എല്ലാവരും തെളിക്കൂ എന്ന് പറഞ്ഞ് നീക്കി കൊടുക്കുകയാണ്. അതിനുശേഷം അവിടെ അദ്ദേഹത്തെ ഭംഗിയായിട്ടൊരു പൂജ നടത്തുകയാണ്. ഈശ്വരനെ പൂജിക്കുന്നത് പോലെ തന്നെ ഭഗവാൻ അദ്ദേഹത്തെ ഭംഗിയായിട്ട് പൂജിച്ചു. ആ പൂജ കഴിഞ്ഞതിന് ശേഷം ക്ഷീണം തീരാൻ വേണ്ടി അദ്ദേഹത്തിന് കുറച്ച് പാല് കയ്യിൽ കൊടുത്തു. വേണ്ട എനിക്കിതൊന്നും ശീലമില്ല, വേണ്ട അദ്ദേഹം പറഞ്ഞു നോക്കി. അതൊന്നും പറ്റില്ല, കഴിക്കൂ എന്ന് നിർബന്ധമായി. അങ്ങനെ ആ നിർബന്ധം ഭഗവാന്റെ കൽപ്പന ലംഘിക്കരുതല്ലോ എന്ന് വിചാരിച്ച അദ്ദേഹം അത് വാങ്ങി കഴിച്ചു. കഴിഞ്ഞപ്പോ ഭഗവാൻ തന്നെ അടുത്തവിടെ ഇങ്ങനെ ഇരുന്നിട്ട് സംഭാഷണം ആരംഭിക്കുകയാണ്. ഈ സമയത്ത് ഈ ദ്വാരകാനാഥനായ ഭഗവാൻ ആരെയാണ് ഇത്രയധികം ഭക്തി ആദരവോടുകൂടി പൂജിച്ചുകൊണ്ടിരിക്കുന്നത്, സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കിക്കൊണ്ട് അവിടെ ഭഗവാന്റെ പത്നിമാരും കുട്ടികളും ഒക്കെ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് ഇതാരാണെന്ന് മനസ്സിലായില്ല. അവര് പരിഭ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ഭഗവാൻ സംഭാഷണം ആരംഭിച്ചു. അഭിബ്രഹ്മൻ ഗുരുകുലാൽ ഭവതാ ലബ്ധദക്ഷിണാൽ
സമാവർത്തേന ധർമ്മജ്ഞ ഭാര്യോഢാ സദൃശീ നവാ. അദ്ദേഹം ഭഗവാൻ ആരംഭിച്ച വാക്ക് നമ്മൾ ഗുരുകുലത്തിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം പിന്നെ കണ്ടതേയില്ല അല്ലേ. അപ്പോ കേൾക്കുന്ന ആൾക്കൊക്കെ മനസ്സിലായി ഇവര് രണ്ടുപേരും ഒന്നിച്ച് പഠിച്ചവരാണ് എന്ന് മനസ്സിലായി. ആ കുട്ടി കേൾക്കുമ്പോൾ തോന്നി അച്ഛന്റെ ക്ലാസ് മീറ്റാണ്. അങ്ങനെ എല്ലാവർക്കും ഒരു സന്തോഷം. പിന്നെ ഭഗവാൻ ചോദിച്ചു, സമാവർത്തനം കഴിഞ്ഞതിന് ശേഷം ബ്രഹ്മചര്യാശ്രമത്തിലാണല്ലോ വിദ്യാഭ്യാസം. ബ്രഹ്മചര്യാശ്രമം കഴിഞ്ഞാൽ, സമാവർത്തനം കഴിഞ്ഞാൽ പിന്നീട് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുകയാണ് സാധാരണ ധർമ്മം. അതിനനുസരിച്ച് സമാവർത്തനം കഴിഞ്ഞതിന് ശേഷം അങ്ങ് ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയൊക്കെ ചങ്ങാതിയായിട്ടും ഗൃഹസ്ഥാശ്രമത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന് ഒരു കത്ത് കൊടുത്തില്ല, അദ്ദേഹം ക്ഷണിച്ചില്ല. സ്വതവേ അദ്ദേഹത്തിന് തോന്നിയ ഉള്ളിലൊരു നാണക്കേട്, ഞാൻ ഇദ്ദേഹത്തെ ഒരു വിവരം അറിയിക്കാതെ കണ്ട സംഭവം നടന്നത്. അതൊന്നല്ല ചോദിച്ചത്, ഭഗവാൻ അതൊന്നും പ്രശ്നം ഉണ്ടായിട്ടല്ല. എങ്കിലും ചോദിച്ചു, ഭാര്യ ഓഠാ സദൃശി, ആ നവവധു എങ്ങനെയുണ്ട്? സദൃശി തന്നെയല്ലേ എന്ന്. സദൃശി വെച്ചാൽ തന്റെ ജീവിത കാര്യങ്ങൾക്കൊക്കെ വേണ്ട പോലെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ തന്നെയല്ലേ എന്നാ ചോദിച്ചത്. നാ വാ, അല്ലാതെ വല്ലത് അപകടം പറ്റിയോന്നാ, വല്ല ഭദ്രകാളിയായി പോയോന്നാ ഭാര്യ വന്നപ്പോഴേ. അങ്ങനെ വന്നാൽ തന്നെ പിന്നെ കഥ പറയാനുണ്ടോ? അതാ സൂചിപ്പിച്ചത്. അതിന് അദ്ദേഹം ഒന്നും മറുപടി പറഞ്ഞതേ ഇല്ല. ഏതായാലും പിന്നെ ചോദിക്കുകയാണ്, അങ്ങേക്ക് ഈ പ്രായോ ഗൃഹേഷുമേ ചിത്തം, അങ്ങേക്ക് ഈ ഗൃഹസ്ഥാശ്രമത്തിനൊന്നും താല്പര്യമില്ല എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. എന്നാ പിന്നെ എന്തിനാ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ അതതിന്റെ ധർമ്മം ആണ്. മനുഷ്യനായിട്ട് ജനിച്ചാൽ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്ന് 4 ആശ്രമത്തിൽ കൂടി വേണം. ആശ്രമാത് ആശ്രമം ഗച്ഛേ എന്നാണ് പ്രമാണം. അതുകൊണ്ട് അതിനെ ബഹുമാനിച്ചിട്ടാണ് അങ്ങ് ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചിരിക്കുന്നത് എനിക്കറിയാം. മറ്റ് സാധാരണ വിഷയസുഖാനുഭവങ്ങളൊന്നുമല്ല, അതെനിക്ക് നല്ല നിശ്ചയമുണ്ട്. എന്നെ പോലെ തന്നെയാണ് ഈ വിഷയത്തിൽ അങ്ങയുടെയും ചിത്തം പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അന്ന് ആ ഗുരുവിൽ ഇതിന് വല്ലതും മറുപടി പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. പിന്നീട് അന്ന് ഗുരുകുലത്തിൽ കഴിഞ്ഞ അവസ്ഥ, ആ ഗുരുവിന്റെ അവസ്ഥ, മനുഷ്യർ 3 ഗുരുക്കന്മാരാ. ഒന്ന് ജനിക്കാൻ കാരണമായ പിതാവ് ഗുരുവാണ്. രണ്ടാമത് ഉപനയനാദി സംസ്കാരങ്ങൾ ചെയ്ത് ദ്വിജത്വം കൊടുക്കുന്ന ഗുരു, അത് രണ്ടാമത്തെ ഗുരുവാണ്. ആ ഗുരു ഈശ്വര തുല്യനുമാണ്. പിന്നെ മൂന്നാമത്തെ ഒരു ഗുരു സർവർക്കും, സർവയോഗീശ്വരന്മാർക്ക് പോലും ജ്ഞാനസമ്പാദനം നൽകി അനുഗ്രഹിക്കുന്ന ആ പരമ ധന്യനായ ഗുരുക്കന്മാരുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും യോഗ്യനായ ഗുരു അത് ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നു. ഇങ്ങനെ 3 ഗുരുക്കന്മാരാണ് ഒരു മനുഷ്യന് ഉണ്ടാവുക. അതിൽ ഈ ഗുരുകുലവാസം ആ മനുഷ്യനെ ധന്യനാക്കി തീർക്കും. ഇതാണ് ഇതിന്റെ സ്വഭാവം. തുഷ്യേയം സർവഭൂതാത്മാ ഗുരുശുശ്രൂഷയാ യഥാ. ഗുരുശുശ്രൂഷ കൊണ്ട് ലഭിക്കുന്നത് ആ ഹൃദയത്തിന് വേണ്ട പോലെയുള്ള ഒരു നിർവൃതിയാണ്. ജീവിതത്തിൽ ധന്യമായ ഒരു അവസ്ഥയാണ് ഗുരുശുശ്രൂഷ കൊണ്ട് ലഭിക്കുന്നത്. അങ്ങനെയുള്ള ആ ഗുരുഭൂതന്മാരുടെ ആദരവിന് പാത്രീഭൂതന്മാരായ ശിഷ്യന്മാരെ ലോകത്തിൽ അത്യുത്തമന്മാരാണ് എന്ന് ഗുരുക്കന്മാരെ കുറിച്ച് ഒന്നങ്ങനെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു. ഇതിനൊന്നും മറുപടി പറയുന്നില്ല അദ്ദേഹം. പിന്നീട് അവിടെ ഗുരുകുലത്തിൽ കഴിഞ്ഞ ഓരോ സംഭവങ്ങളെയും, അന്ന് നമ്മൾ ഒരു ദിവസം വൈകുന്നേരം നമ്മളെ പഠനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗുരുപത്നി പറഞ്ഞു നമ്മളോട്, ഓർമ്മയില്ലേ, വിറകില്ലല്ലോ കുട്ടികളെ നാളെ രാവിലെ കത്തിക്കാൻ, അതുകൊണ്ട് കുറച്ച് വിറക് കൊണ്ടുതരുമെന്ന് പറയാൻ. ഓർമ്മയുണ്ടല്ലോ. ആ കേൾക്കേണ്ട താമസം ഉണ്ടായുള്ളൂ. 3 പേരും പുറപ്പെട്ടു. 3 പേര് വെച്ചാൽ അന്ന് ഈ ഇദ്ദേഹം അവിടെ താമസിക്കുന്നുള്ള കാലത്താണല്ലോ ബലരാമനും ഭഗവാനും ഈ കുചേലനും 3 പേരാണ് അന്ന് ഉണ്ടായിരുന്നത് അവിടെ. ഇദ്ദേഹം പഠിക്കുന്നതിലൊക്കെ വളരെ പിന്നിലാണ് ഈ കുചേലൻ. അനവധി ആൾ അവിടെ പഠിച്ചു പോയിട്ടുള്ളതിന് മുമ്പേ. പക്ഷെ ഇദ്ദേഹത്തിന് ഒന്നും പഠിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഭഗവാൻ അവിടെ ചെല്ലുന്ന കാലത്തും ഇദ്ദേഹം 1ാം ക്ലാസ്സിൽ തന്നെയായിരിക്കുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഭഗവാൻ നന്നായിട്ട് അറിയാം. അത് കാരണത്താൽ ആ പഠന സമയത്ത് അന്ന് മുതൽ ഭഗവാൻ
ഒരു ഭാഗത്ത് ബലരാമനും അടുത്ത നടുവിൽ ഈ കുചേലനും അതിന്റെ അടുത്ത് ഭഗവാനും. ഇങ്ങനെ 3 പേരും കൂടി ഇരുന്നിട്ടാണ് ഈ പഠനം ചെയ്തുകൊണ്ടിരുന്നത്. അത് കാരണത്താൽ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് ഇദ്ദേഹത്തിനും 64 ദിവസം കൊണ്ട് തന്നെയാണ് ആ വിദ്യകളൊക്കെ കയ്യിലാക്കാൻ സാധിച്ചത്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് സൂചിപ്പിക്കുകയാണ്, അന്ന് ഗുരുഭക്തി പറഞ്ഞിട്ട് നമ്മൾ വിറക് ശേഖരിക്കാൻ വേണ്ടി ആ വൈകുന്നേരത്തെ സമയത്ത് നമ്മൾ കാട്ടിൽ ചെന്ന് വിറകൊക്കെ ഒടിച്ച് കെട്ടി തയ്യാറാക്കി. അപ്പോഴേക്കും നേരം സന്ധ്യയായി. ഓർമ്മയില്ലേ? അതിഗംഭീരമായ ഒരു മഴ, വെള്ളം കുത്തി ഒഴുകി, ശരിയായ വഴി ഏത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലായിരുന്നു ആ സമയത്തെ അവസ്ഥ. നമ്മൾ പേടിച്ച് എന്തായാലും ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും രാത്രിയായി, ഈ വഴി തീരെ കാണാത്തൊരവസ്ഥയായി. അപ്പോ രാത്രി ഭൂമിയിൽ എവിടെയെങ്കിലും താഴത്തെവിടെയെങ്കിലും നിന്നാൽ വല്ല വന്യമൃഗങ്ങളും ഭക്ഷിച്ചേക്കുമെന്ന് ഭയപ്പെട്ട് നമ്മൾ മരത്തിന്റെ മേലെ കയറിയത് ഓർമ്മയില്ലേന്ന്. അങ്ങനെ അവിടെ ചെന്ന് ഇരുന്ന് 3 പേരും കൂടി അന്യോന്യം അടുത്തടുത്ത് ഇരുന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ രാത്രിയിലെ ഇടിയും മഴയും ഒക്കെ സഹിച്ച് എത്ര കഷ്ടപ്പെട്ടു നമ്മൾ ഓർമ്മയുണ്ടോ ചോദിക്കുക. എന്തെങ്കിലും ഒരു മറുപടി പറയട്ടെ, ഒന്നും പറഞ്ഞില്ല. അങ്ങനെ പ്രഭാതമായപ്പോൾ ആ വിറകിന്റെ കെട്ടും എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നമ്മൾ 3 പേരും ഗുരുകുലത്തിലേക്ക് മടങ്ങുന്ന വഴിയിൽ ഗുരുനാഥൻ രാത്രിയിൽ നമ്മളെ കാണാതെ പരിഭ്രമിച്ച് വെളിച്ചാവുന്നവരെ ആ ചിന്തയോടുകൂടി കിടന്ന് ഉറക്കം കൂടിയില്ലാത്ത അദ്ദേഹം രാവിലെ വടിയും കുത്തി നമ്മളെ അന്വേഷിച്ചുകൊണ്ട് കാട്ടിലേക്ക് വരുന്ന ഒരു വരവ്, നമ്മൾ ഈ വിറകിന്റെ കെട്ടും തലയിൽ വെച്ചിട്ട് അങ്ങോട്ടുള്ള ഒരു യാത്ര, ആ മഴിമധ്യത്തിൽ വെച്ചിട്ട് അദ്ദേഹം ഈ ഒരു സ്വരൂപം കണ്ടപ്പോൾ വല്ലാതെ ദുഃഖിച്ചു. കഷ്ടം, ഇത്ര ചെറിയ കുട്ടികൾ, എനിക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുവാണ് അതാളുടെ ദേഹം. ആ ദേഹത്തിന്റെ രക്ഷ പോലും ശ്രദ്ധിക്കാതെ ഗുരുവിന് വേണ്ടി ദേഹത്തെ ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാ ശ്രേയസ്സുകളും ഭവിക്കട്ടെ എന്ന് തലയിൽ കഴിവെച്ചുകൊണ്ട് അനുഗ്രഹിച്ച ആ ഒരു അവസരം ഞാൻ ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അതിനൊന്നും അദ്ദേഹം ഒരു മറുപടിയും പറഞ്ഞില്ല എന്ന്. എന്താ പറയാനുള്ളത്? അദ്ദേഹത്തിനൊന്നും പറയാനില്ല. പറഞ്ഞു അദ്ദേഹം. ഭഗവാൻ പറയാണ്, ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയേ. ഒരു മനുഷ്യൻ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് സർവവിധ ഐശ്വര്യങ്ങളോടും കൂടി ലോകത്തിൽ പ്രകാശിക്കുന്നത് എന്ന് വെച്ചാൽ, ഭഗവാൻ പറയുന്ന, ഞാൻ ഇന്ന് ഇങ്ങനെ ഈ ദ്വാരകയിൽ കഴിഞ്ഞുകൂടുന്നത് ആ ഗുരുവിന്റെ ഒരു അനുഗ്രഹത്തിന്റെ ഒരു കണികയാണ് കേട്ടോ എന്ന് പറയാം. ആ വിനയം നോക്കൂ. ഇത്രയും കഴിഞ്ഞ സമയത്ത് അദ്ദേഹം ഇല്ലെങ്കിൽ 2 വാക്ക് പറയാൻ ഞാൻ ഭഗവാന് ആലോചിയാകുമെന്ന് വിചാരിച്ചുകൊണ്ട് 2 വാക്ക് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇവിടുന്ന് പറഞ്ഞല്ലോ, ഇവിടുന്ന് സത്യകാമനാണ്. ഇവിടുന്ന് എന്താണോ സങ്കല്പിക്കുന്നത് അതൊക്കെ പ്രപഞ്ചത്തിൽ നടക്കുന്നു അതാത് നിമിഷം, യാതൊരു മാറ്റവും കൂടാതെ. പിന്നെ അവിടുന്ന് സാക്ഷാൽ വേദസ്വരൂപനാണ്. ഈ വേദസ്വരൂപനായ അവിടത്തേക്ക് എന്ത് വിദ്യാഭ്യാസമാണ് വേണ്ടത്, എന്ത് ഗുരുകുലവാസമാണ് ആവശ്യം? ഒന്നുമില്ല. അവിടുന്ന് സർവജ്ഞനായിരിക്കുന്ന അങ്ങക്ക് പിന്നെ ഒരു വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. എന്നാൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഭാവിച്ചതെന്ന് വെച്ചാൽ, അതൊക്കെ ഒരു നേരം നോക്ക് മാത്രമായിട്ടാണ് ഇതൊക്കെ ഇവിടുന്ന് അഭിനയിക്കുന്നത്. ഇതൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഒന്നും എനിക്ക് പറയാനില്ല, എല്ലാം അവിടുത്തെ ലീലാവിലാസങ്ങൾ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും മിണ്ടാതിരുന്നു. അപ്പോ അദ്ദേഹത്തിന് തോന്നി, ഈ വാക്കിലുള്ള സത്യകാമനാണ് അങ്ങ് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് തോന്നി, അങ്ങ് എന്ത് വിചാരിക്കുന്നുവോ അതൊക്കെ എന്നും നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ താല്പര്യം ഭഗവാൻ വിചാരിച്ചു, ഈ കുചേലൻ ഇങ്ങനെ കഴിയട്ടെ എന്നായിരിക്കും ഇവിടുത്തെ സങ്കല്പം. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ദാരിദ്ര്യത്തോടു കൂടി ജീവിക്കുന്നത്, അങ്ങനെ തീർന്നത് എന്നുകൂടി അതിന് അർത്ഥം വേണം കൽപ്പിക്കാം എന്ന് തോന്നി ഭഗവാന് തോന്നി, കഷ്ടമായിപ്പോയി, എന്റെ ഒരു ചങ്ങാതി ഇത്രയധികം ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് എനിക്കൊരു കുറവഞ്ഞ എന്ന് അദ്ദേഹത്തിന് തോന്നിയതാണ്. അതോടുകൂടി വിഷയം മാറ്റി. എന്താ പിന്നെ ചോദിച്ചു, കിം ഉപായനമാനീതം, എനിക്ക് എന്താ കാഴ്ചദ്രവ്യമായിട്ട് കൊണ്ടുവന്നത് എന്ന് വെച്ചാൽ ചങ്ങാതിയോട് പറയുമ്പോൾ എനിക്ക് എന്താ തിന്നാൻ കൊണ്ടുവന്നുള്ളതാണ് ചോദിച്ചത്. ഏറ്റവും ഇഷ്ടപ്പെട്ടവരോട് മാത്രം ചോദിക്കുന്ന വാക്കാണ്.
അത് കേട്ടപ്പോൾ മാത്രമേ അദ്ദേഹത്തിന് തന്റെ ദേഹത്തിന്റെ ഒരു ഭാഗത്ത് ഒളിച്ചു വെച്ചിരിക്കുന്ന ഈ അവൽക്രിയയുടെ ഓർമ്മ തന്നെ വന്നിട്ടുണ്ട്. ഇതുവരെ ഈ അത്ഭുതത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ അതിലിങ്ങനെ ഭാവം കൊണ്ട് ഒക്കെ മറന്നുപോയിരിക്കുന്നത്, ദേഹബോധം പോലും മറന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ സമയം വരെ. എനിക്ക് എന്താ തിന്നാൻ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോൾ മാത്രമേ ഇതിന്റെ ഓർമ്മ തന്നെ വന്നുള്ളൂ. അപ്പോ ഒന്ന് അമർത്തി നോക്കി, അവിടെ തന്നെയുണ്ട്, വീണ് പോയിട്ടില്ല എന്ന് മനസ്സിലായി. അതോടുകൂടി ഭഗവാൻ ചോദിച്ചു, എന്താ കൊണ്ടുവന്നിട്ട് വെച്ചാൽ തന്നോളൂ, ഒന്നും പരിഭ്രമിക്കണ്ട. ഭഗവാൻ വിചാരിച്ചു, അണ്വപ്യഭക്തോപകൃതം നമേ ദോഷായ കൽപ്പതേ. അണ്വപ്യപാഹൃതം ഭക്തൈ പ്രേംണാ ഭൂര്യേവ മേ ഭവേൽ ഭൂര്യപ്യഭക്തോപകൃതം നമേ ദോഷായ കൽപ്പതേ. ഭഗവാൻ പറഞ്ഞു, ഒരു പക്ഷേ ഇദ്ദേഹത്തിനൊരു സംശയം ഉണ്ടാവും. എന്താ കാരണം വെച്ചാൽ അദ്ദേഹം കൊണ്ടുവന്നത് വളരെ കുറച്ചേ ഉണ്ടാവും. ഈ ഒരു വലിയ സദസ്സിൽ വെച്ചിട്ട് ഇത്ര കുറച്ചായിട്ട് ഒരു ഈ കാഴ്ചദ്രവ്യം എന്റെ മുമ്പിൽ വെക്കുന്നതിൽ അദ്ദേഹത്തിനൊരു ലജ്ജയുണ്ടാവും. അതുകൊണ്ട് ഇദ്ദേഹം അത് പുറത്തേക്ക് എടുക്കാത്തതാണെന്ന് ഭഗവാൻ അറിയാം. അത് സംശയിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഭക്തന്മാരെ എത്ര കുറച്ച് തന്നാലും എനിക്കത് ഏറ്റവും വലിയതാണ്. ഭക്തി ഇല്ലാത്തവരാണെങ്കിലോ എത്ര ധാരാളം തന്നാലും ഞാനിത് നോക്കുക പോലും ഇല്ല. ഇതാണ് എന്റെ സ്വഭാവം. അതുകൊണ്ട് കുറച്ചേ കൊണ്ടുവന്നിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് തരാതിരിക്കണ്ട എന്ന് തുറന്നു പറഞ്ഞു. അത് കേട്ടപ്പോ എന്നിട്ടൊന്നും അദ്ദേഹം കൊടുത്തില്ല. എന്താ ഭഗവാൻ ചിന്തിച്ചു, ഇദ്ദേഹം ഇവിടെ വന്നത് സമ്പത്തിനെ ആഗ്രഹിച്ചിട്ടല്ല, അതുകൊണ്ടാണ് എനിക്കിത് തരാത്തത് എന്നാണ്. സമ്പത്തിനെ ആഗ്രഹിച്ചിട്ടാണ് ഇവിടെ വന്നതെങ്കിൽ ഇത് വരുമ്പോഴേക്കും തന്നെ വേഗം എടുത്തോളൂ. പക്ഷേ ആ ആഗ്രഹത്തിലല്ല ഇദ്ദേഹം വന്നത്. അവനൊന്നും കൊടുക്കുകയും വേണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ അടുത്ത നിമിഷം തന്നെ തോന്നി പറ്റില്ല. എന്താ, ഇദ്ദേഹത്തിന്റെ പത്നി പതിവ്രതയായ ആ വധു അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ ഇദ്ദേഹത്തിന് കയ്യിൽ അവന് കൊടുത്തയക്കുമ്പോൾ പ്രാർത്ഥിച്ചത് ഭഗവാൻ നന്നായിട്ട് അറിയാം. സർവാന്തര്യാമിയായ ഭഗവാൻ ഏത് നിമിഷവും ഏതൊരാളുടെയും ഹൃദയത്തിൽ നടക്കുന്ന എല്ലാ മനോവിചാരങ്ങളൊക്കെ അറിയുന്ന ആളാണ്. അവര് പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹം അവിടെ വന്നാൽ ഒന്നും ചോദിക്കുന്നുണ്ടാവില്ല, അതുകൊണ്ട് കാരുണ്യം കൊണ്ട് എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പതിവ്രതയുടെ പ്രാർത്ഥന ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇദ്ദേഹം തന്നിട്ടില്ലെങ്കിലും ഞാനിത് വാങ്ങി അനുഭവിക്കുക തന്നെ വേണം എന്നുള്ള ഭാവത്തോടു കൂടി അദ്ദേഹത്തിന്റെ കക്ഷത്തിൽ ഒതുക്കി വെച്ചിരുന്ന ആ അവിൽക്കിഴിയുടെ തല ഇന്ന് പുറത്തേക്കുണ്ടായിരുന്നു. അത് കിമിതമിതി ഇതെന്താ ചോദിച്ചു കൊണ്ടുപോയി ഒറ്റ വരി അത് ഭഗവാന്റെ കയ്യിലായി. അങ്ങനെ അദ്ദേഹം വിഷമത്തിലായി. ഈ ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് അദ്ദേഹം ഒന്നും മിണ്ടാതെ നിന്നു. ആ കെട്ടഴിച്ച് അത് അവിടെ തന്നെ അങ്ങനെ നിവർത്തി വെച്ച് അതങ്ങനെ വാരി ഇങ്ങനെ മേൽപ്പെട്ടും അങ്ങനെ ഇട്ടു ഭഗവാൻ. ഇത്ര സുന്ദരമായ അവലെ കൊണ്ടുവന്നിട്ട് എനിക്ക് തരാതെ കൊണ്ടുപോകാൻ അങ്ങ് വിചാരിക്കുന്നതല്ലേ, ഞാൻ വിടൂ. അങ്ങേക്കറിയാം എനിക്ക് അവല് വളരെ ഇഷ്ടപ്പെട്ട വസ്തുവാണെന്ന്. ഗുരുകുലത്തിൽ വെച്ചിട്ട് ഉള്ള സംഭവങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് അവിടെ വെച്ചിട്ട്. അന്ന് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ ആ അവിൽ ഒരു മുഷ്ടി വാരിക്കൊണ്ട് നന്വേതുപതീതം വേ പരമപ്രീണനം സഖേ തർപ്പയന്ത്യംഗമാം വിശ്വം ഏതേ പൃഥുകതണ്ടുലാഹ. ഈ ഒരു പിടി അവര് വാരിക്കൊണ്ട് അദ്ദേഹം മനസ്സുകൊണ്ട് സങ്കല്പിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ വേണ്ടത്ര സമ്പത്ത്, ദേവദുർലഭമായിരിക്കുന്ന സമ്പത്ത് ഇദ്ദേഹത്തിന് അനുഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു മുഷ്ടി അവരെ തന്റെ വായിലിട്ടുകൊണ്ട് അതിനെ ആസ്വദിച്ചത്. അതങ്ങനെ കഴിക്കുമ്പോൾ അതിന്റെ ഒരു സ്വാദ് മുഖത്ത് നോക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവും. നല്ല സാധനം കഴിക്കുമ്പോൾ മുഖത്ത് ഒരു പ്രത്യേക ഭാവം ഉണ്ടാവും നമുക്ക്. അതുപോലെ നല്ലതല്ലാത്തതായാലും മുഖത്തുനിന്ന് ആ ഭാവം മനസ്സിലാവും. എന്നാൽ അദ്ദേഹത്തിന്റെ മുഖത്തുനിന്ന് നോക്കിയ ആളുകൾക്കൊക്കെ, കുട്ടികൾക്കൊക്കെ തോന്നി അച്ഛൻ എന്തോ ഒരു നല്ല സാധനം തിന്നുന്നത്. ഏതായാലും അതങ്ങനെ അതിന്റെ രസം അങ്ങനെ ആസ്വദിച്ചുകൊണ്ട് അത് മുഴുവൻ ഇങ്ങനെ കഴിഞ്ഞതിന് ശേഷം രണ്ടാമതും ഒരു മുഷ്ടി വാരി. അപ്പോഴാണ് രുക്മിണി ദേവി വന്നിട്ട് കൈ പിടിച്ചത്.
എന്താ അത് രുക്മിണി ചോദിച്ചു. അതോ ഒരു ചെറിയ കാര്യം ഇവിടുത്തെ അറിയിച്ചോട്ടെ. എന്താ ചോദിച്ചു. ഇവിടുത്തെ ആദ്യത്തെ ഒരു പിടി അവൽ ഇവിടുന്ന് കഴിച്ചതോടുകൂടി തന്നെ എന്റെ കയ്യിലുള്ള എല്ലാ സമ്പത്തുകളും ഞാൻ അദ്ദേഹത്തിന് നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തെങ്കിലും ഒന്നും ബാക്കിയില്ല. ഇനി ഈ ഒരു പിടി അവൽ ഇവിടുന്ന് കയ്യിൽ വാരിയിട്ടുള്ളത് കൂടി അങ്ങ് കഴിക്കുകയാണെങ്കിൽ ഞാൻ പിന്നീട് അവിടെ ചെന്ന് അവിടെ ദാസിയായിട്ട് ഇരിക്കേണ്ടതായി വരും. ഞാൻ തന്നെ അദ്ദേഹത്തിന്റെ വശകയാവേണ്ടതായിട്ട് വരും. അങ്ങനെ ചെയ്താൽ എനിക്ക് ഈ പാദപത്മത്തെ സേവിച്ചുകൊണ്ട് ഈ ദ്വാരകയിൽ തന്നെ ഇവിടുത്തെ സമീപത്ത് തന്നെ ജീവിക്കണം ഭാവി കാലത്തും എന്നുള്ള മോഹമുള്ളത് കൊണ്ട് ഈ കാര്യം ഇവിടുന്ന് ചെയ്യരുതേ എന്ന് പ്രാർത്ഥിക്കുക. ഭഗവാൻ സമ്മതിച്ചു. ശരിയാണ്, ഭക്തന്മാരെ കാണുമ്പോൾ എനിക്ക് എല്ലാം മറന്നു പോവുകയാണ്. ലക്ഷ്മി ദേവിയെ പോലും മറന്നു പോകുന്നു എന്നാ ഭഗവാൻ ഈ ഭക്തന്മാരുടെ ഭാവം കാണുമ്പോൾ. നീ പറഞ്ഞത് ശരിയാണ്, നാ വേണ്ട എന്ന് പറഞ്ഞ് അവിടെ തന്നെ വെക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ ഇത് ഈ ശേഷിച്ച അവിടെയുള്ളവർക്കൊക്കെ പ്രസാദമായിട്ട് വിതരണം ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ ഏൽപ്പിച്ചു. ആ അന്നപൂർണേശ്വരിയായ ആ ദേവി ആ അവല് അവിടെയുള്ളവർക്കൊക്കെ പ്രസാദമായിട്ട് വിതരണം ചെയ്തു. അത്രയും തന്നെ പിന്നെ ബാക്കി ഉണ്ടായിരുന്നു. ആ അവലെ ഭഗവാൻ നിത്യേന ആസ്വദിക്കാൻ വേണ്ടി ഒരു കുപ്പിഭരണിയിലാക്കിയിട്ട് തന്റെ മുമ്പിൽ ഇങ്ങനെ വെക്കുന്ന മേശപ്പുറത്ത്. എന്തിനു വേണ്ടിയിട്ടറിയോ? എനിക്ക് ഇനി മേലിൽ മറന്നു പോകരുത് എന്ന് അദ്ദേഹത്തിന് ആസ്തിച്ച. ഇത്രയും കാലം ഞാൻ ലേശൊരു ഓർമ്മക്കളോ എനിക്കുണ്ടായി. ഇനി മേലിൽ അത് വരരുത്. ഇതെനിക്കൊരു അതിനുള്ള ഒരു അടയാളമായിട്ട് എനിക്ക് എപ്പോഴും ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണമെന്ന്. അങ്ങനെ ആ രംഗം കഴിഞ്ഞപ്പോൾ നേരം വൈകുന്നേരം സന്ധ്യാവതനത്തെ കഴിഞ്ഞു. വൈകുന്നേരത്തെ അത് കഴിഞ്ഞ് രാത്രിയിൽ ഭക്ഷണം മഹാലക്ഷ്മിയായ ആ രുക്മിണി ദേവി തന്നെ രണ്ടുപേർക്കും ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുത്ത് സുഖമായി ഭക്ഷണമൊക്കെ ഇങ്ങനെ കഴിച്ച് രാത്രിയിൽ ആ പട്ടുമെത്തയിൽ രണ്ടുപേരും ഒരേ അകത്ത് തന്നെ വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റു. ഇപ്പോ ഈ കുചേലന്റെ ദേഹം മുൻപേത്തേൽ നിന്നൊക്കെ എത്രയോ അധികം 10 മടങ്ങ് സൗന്ദര്യവും ശേഷിയും ഒക്കെയുള്ള ഒരു ദേഹമായി പരിണമിച്ചിരിക്കുന്നു ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട്. പിന്നെ പട്ടുവസ്ത്രങ്ങളും മറ്റും അദ്ദേഹത്തെ അണിയിച്ച് കഴിഞ്ഞപ്പോൾ മുൻപത്തെ ആളെയല്ല ഇപ്പം അദ്ദേഹം. അങ്ങനെയുള്ള ഭാവത്തോടു കൂടിയുള്ള ഒരു അവസ്ഥയാണ്. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ദിനചര്യങ്ങളൊക്കെ കഴിഞ്ഞ് പൂജാമുറികളിൽ ചെന്നിരുന്നപ്പോൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് പൂജകളൊക്കെ കഴിച്ച് പുറത്ത് വന്ന് രാവിലത്തെ ആ പ്രാതലാഹാരം രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കഴിച്ചതിന് ശേഷം അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. ഞാനിപ്പോൾ തന്നെ ഗൃഹത്തിലേക്ക് തിരിച്ചു പോവുകയാണ്, അനുവാദം തരണമെന്ന് പറയണം. ഭഗവാൻ അങ്ങനെ ആവട്ടെ ഞാൻ സമ്മതിക്കുക ചെയ്തു. എന്താ കാരണം? ഇത്രയൊക്കെ കാലം ഒന്നിച്ച് പഠിക്കുക, അതിനുശേഷം എത്രയോ കാലം കഴിഞ്ഞതിന് ശേഷം ഒന്ന് കാണുക. കഴിഞ്ഞാൽ രാവിലത്തെ ആ കുറച്ച് സമയം മാത്രം കാണുന്നതിന് ശേഷം യാത്ര പറയുമ്പോൾ എങ്ങനെയാവാ? കുറച്ച് കഴിയട്ടെ, നമുക്ക് കുറേ ദിവസം കൂടി ഇങ്ങനെ കൂടാം എന്നൊക്കെയല്ലേ എല്ലാവരും പറയാം. അന്നല്ല, അങ്ങനെ ആവട്ടെ എന്നാണ് പറഞ്ഞത്. കാരണം ഇദ്ദേഹത്തിന്റെ ഗൃഹത്തിന്റെ അവസ്ഥ അദ്ദേഹം വേഗത്തിൽ തന്നെ കണ്ട് മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്നാണ് ഭഗവാന്റെ ഇച്ഛ. അങ്ങനെ അദ്ദേഹം അനുയാത്രയായി മാളികയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി. അങ്ങനെ കുറെ ദൂരം നടന്നു. പറഞ്ഞു, ഇവിടുന്ന് നടന്ന് ബുദ്ധിമുട്ടരുത്, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു. പിന്നെയും കുറെ ദൂരം ഒന്നിച്ചു നടന്നു. പിന്നെ അവിടെ നിന്ന് അന്യം പിരിയാണ്. അഭിമുഖമായി നിന്നുകൊണ്ട് ആ ശ്യാമള കോമളനായ ഭഗവാന്റെ ആ സുന്ദരമായ സ്വരൂപത്തെ കണ്ട് തന്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ആവാഹിച്ച് ആ സ്വരൂപത്തെ ഇനി ഒരിക്കലും ഞാൻ മറക്കില്ല എന്നുള്ള ഭാവത്തോടു കൂടി അങ്ങനെ യാത്ര പിരിയാൻ ഭാവിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, അങ്ങയുടെ പത്നിയോട് പറയൂ, എന്റെ രുക്മിണിയും അങ്ങയുടെ പത്നിയും ഒരുപോലെയാണ്, അങ്ങും ഞാനും ഒരുപോലെയാണ് എന്നുള്ള ആ ബ്രഹ്മതത്വത്തെയാണ് അവിടെ ഉപദേശിച്ചത്. അത് ബ്രഹ്മതത്വമായിട്ടാണ്, ആത്മതത്വമായിട്ടാണ് അവിടെ ആ വാക്കിന്റെ പ്രയോഗം. എല്ലാം ഒന്നാണെന്നാണ്. അങ്ങനെയുള്ള ഈ അവസ്ഥയിൽ ഒരിക്കലും ദുഃഖിക്കേണ്ടതായിട്ടുള്ള ആവശ്യം ആർക്കുമില്ല എന്ന് വിവരം പത്നിയോട് പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ യാത്രയാക്കി. അദ്ദേഹം ഭഗവാനെ നല്ലവണ്ണം സ്മരിച്ചുകൊണ്ട് അവിടെ നിന്ന് യാത്രയായി പോകുമ്പോൾ അവിടെ തന്നെ നിന്നിങ്ങനെ നോക്കി അദ്ദേഹം കുറച്ചു നേരം അദ്ദേഹത്തെ ഈ
തന്റെ ചങ്ങാതിയായ കുചേലനെ, ഇപ്പൊ കുചേലനൊന്നും അല്ലാട്ടോ, കുചേലൻ എന്ന് പറഞ്ഞാൽ മലിനമായ വേഷം ധരിച്ചവൻ അർത്ഥമാണ്. ഇപ്പോൾ ദിവ്യമായ വസ്ത്രം ധരിച്ച് ദിവ്യമായ സ്വരൂപത്തോടു കൂടിയാണ് പോകുന്നത്. എങ്കിലും അദ്ദേഹത്തെ ഒന്നങ്ങനെ നോക്കി അദ്ദേഹം വിചാരിക്കാമല്ലോ, ഇങ്ങനെ ഈ ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഈ ഐശ്വര്യത്തിന്റെ ഈ ഉത്തുംഗ മേഖലയിൽ വിഹരിക്കുന്ന ഈ ദ്വാരകയിൽ വന്നിട്ട് അദ്ദേഹത്തിന് ഒരു ആഗ്രഹവും ഉണ്ടായില്ല, ഒരു വസ്തുവിനോടും ഒരാഗ്രഹവും ഉണ്ടായില്ല. ഇങ്ങനെ ഒരു ഭക്തൻ ഇദ്ദേഹം ഒരാൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ആ ഭക്തനോടുള്ള ബഹുമാനം കൊണ്ട് കുറച്ചു സമയം അങ്ങനെ നിന്ന് അദ്ദേഹത്തെ അങ്ങനെ കണ്ണിൽ നിന്ന് മറിഞ്ഞതിന് ശേഷം ഭഗവാൻ തിരിച്ച കൊട്ടാരത്തിലേക്ക് തന്നെ വന്നു. ഇദ്ദേഹം മെല്ലെ മെല്ലെ അവിടുന്ന് വളരെയധികം മനോരാജ്യത്തോടുകൂടി എന്താ ഭഗവാന്റെ ഐശ്വര്യം എന്ന് വിചാരിക്കാൻ, എന്താ പ്രഭുത്വം, എന്താ കാരുണ്യം, ഇങ്ങനെ ഒരു ആള് അദ്ദേഹം അത് വേറെ ആരുമില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ. ഇത്രയും ദരിദ്രനായ എന്നെ അദ്ദേഹം മാറിപ്പുറന്നു. എന്നിട്ട് കണ്ണുനീരൊഴുക്കി എന്റെ അവസ്ഥ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു ദയാലുത്വം വേറെ ആർക്കാറുണ്ട്. ഇങ്ങനെ ഭഗവാന്റെ ഓരോ അത്ഭുതമായ ആ ഭാവത്തെ ഓർത്ത് അദ്ദേഹം എല്ലാം മറന്നുകൊണ്ട് പോവാണ്. ഈശ്വരനെ പൂജിക്കും പോലെ എന്നെ അദ്ദേഹം പൂജിച്ചത്. അദ്ദേഹത്തിനെ തന്റെ സഹോദരനെ പോലെ എന്റെ കട്ടിൽ തന്നെ ഇരുത്തിയ അദ്ദേഹം ഇങ്ങനെയുള്ള വിചാരങ്ങളും വികാരങ്ങളും കൊണ്ട് അദ്ദേഹം കുൾമയെ കൊണ്ട് കണ്ണുനീർ അശ്രുകളങ്ങൾ വീഴ്ത്തിക്കൊണ്ട് രോമാഞ്ച കളയബലെ ശരീരത്തോടുകൂടി ഗൃഹത്തിലേക്ക് ഇങ്ങനെ മടങ്ങി. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ അദ്ദേഹം വിചാരിച്ചു, ഞാൻ വഴി തെറ്റി വീണ്ടും ദ്വാരകയിൽ തന്നെ എത്തിപ്പോയി എന്നാണ് വിചാരിച്ചത്. എന്താ അവിടെ അതിഗംഭീരമായിട്ടുള്ള മണിമാളികകൾ അങ്ങനെ ധാരാളം കാണാനുണ്ട്. ഈ വഴിക്ക് എനിക്ക് വഴി മാറിപ്പോയോ എന്നാണ് അദ്ദേഹത്തിന്റെ ചിന്ത. പകച്ചു നിൽക്കുകയാണ് അവിടെ, ഇങ്ങനെ മേലോട്ട് അവിടെ ഇവിടെയൊക്കെ നോക്കിക്കൊണ്ട് വഴി മാറി ഞാൻ വേറെ എവിടെ എത്തിയതാണ്. കാരണം പിന്നത്തൊന്നും വഴി മാറിയിട്ടൊന്നുമില്ല. ആ പണ്ടത്തെ പുളിയും ഒക്കെ അവിടെ തന്നെ കാണാനുണ്ട്, മാവും ഒക്കെ ഉണ്ട് അവിടെ തന്നെ. വഴി മാറിയിട്ടൊന്നുമില്ല. ഇതെന്താ ഇങ്ങനെ പറ്റിയതെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മാളികയിൽ സഖികളോടുകൂടി ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ദൂരത്ത് തന്നെ ഈ കാഴ്ച കണ്ടു. ഉടനെ സഖികളോടുകൂടി വന്ന് ചോദിക്കുകയാണ്, ഇവിടെ എന്താ ഇങ്ങനെ വഴിയിൽ നിന്ന് ആലോചിക്കുന്നത് നോക്കുന്നത് ചോദിച്ചു. ഭാര്യയെ കണ്ടപ്പോഴാണെങ്കിൽ അദ്ദേഹം അത്ഭുതത്തോടുകൂടി പറഞ്ഞു, ഇതാരായത് ചോദിച്ചു. കാരണം എന്താ അറിയോ, മഹാലക്ഷ്മിയെ പോലെ സൗന്ദര്യവതിയാണ് ഇപ്പോൾ ഭാര്യ. ഇതൊക്കെ എന്തൊരു അത്ഭുതം. അവിടുന്ന് ആലോചിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, ഈ വഴിയിൽ വെച്ച് വേണ്ട, നമുക്ക് ഗൃഹത്തിലേക്ക് ചെല്ലാം, അവിടെ വെച്ചിട്ടാവാം നമുക്ക് അന്യോന്യം സംഭാഷണം ചെയ്യുക എന്ന് പറഞ്ഞ് കൂട്ടി കൊണ്ടുപോയി. അപ്പോഴേക്കും ഈ എത്രയാ വൃത്യന്മാരറിയോ, കാല് കഴുകാൻ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു, കാല് കഴുകിച്ചു, അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുപോയി മാളികയിലിരുത്തി വെഞ്ചാമരം കൊണ്ട് വീശിത്തിറങ്ങി. അദ്ദേഹം കൈ കാണിച്ചു, ഒന്നും പറ്റില്ല, അതൊന്നും വേണ്ട, എനിക്ക് യാതൊന്നും വേണ്ട, അതൊന്നും വിട്ടില്ല അവരെ. ഭഗവാന്റെ കൽപ്പനയാണ്, ഇതൊന്നും ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലാന്ന് ഇവര്. ഒന്നും വേണ്ടാന്ന് അദ്ദേഹം എന്തിനു പറയുന്നു. ഇങ്ങനെ ഒരു വലിയ ഒരു ആഘോഷം അവിടെ എന്താ വേണ്ടത് നിശ്ചയില്ലാതെ ഇദ്ദേഹം ചോദിച്ചു, എങ്ങനെയായി ഇതൊക്കെ സംഭവിച്ചത്, എന്താ എന്റെ വഴി ചോദിക്കുകയാണ് ഭാര്യയോട്. അപ്പോൾ ഭാര്യ പറഞ്ഞത് ഇന്നലെ രാത്രിയിൽ ഞാൻ ഏകാഗ്നിയായി നമ്മുടെ പൂജാമുറിയിലിരുന്ന് ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം ഒരു സന്ധ്യ കഴിഞ്ഞപ്പോൾ ഒരാൾ പുറത്തു വന്ന് വിളിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ഞാൻ ഒരു സ്ത്രീയാണ്, ഇതിൻ്റെ ഉള്ളിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ആരാണെന്ന് അറിയാതെ ഞാൻ വാതിൽ തുറക്കില്ല. അപ്പോൾ പറഞ്ഞു, ഞാനും ഒരു സ്ത്രീ തന്നെയാണ്, വാതിൽ തുറക്കുമെന്ന് പറഞ്ഞപ്പോൾ വാതിൽ തുറന്നപ്പോൾ സാക്ഷാൽ മഹാലക്ഷ്മി തന്നെ ആണെന്ന് തോന്നി എനിക്ക്. പെട്ടെന്ന് ഈ ഗൃഹത്തിന്റെ ഉള്ളിലേക്ക് കടന്നു, ഈ പൂജാമുറിയിൽ ചെന്നിരുന്നു. പിന്നെ ഞാൻ ഒന്നും എനിക്ക് അറിയില്ല. പിന്നെ എനിക്ക് വെളിച്ചായതിന് ശേഷം ഇങ്ങനെയുള്ള ഒരു അത്ഭുതം കണ്ടുകൊണ്ടാണ് ഞാൻ ഉറങ്ങി എഴുന്നേറ്റത്. ഇത്രയൊക്കെ എനിക്ക് അതിനെപ്പറ്റി വിവരമുള്ളൂ എന്ന് പറഞ്ഞു ധരിപ്പിച്ചു. അപ്പോ ഭഗവാന്റെ അനുഗ്രഹമാണല്ലേ എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. കൃഷ്ണഹരി നൂനംബതൈതൻ മമ ദുർഭഗസ്യ ശശ്വദരിദ്രസ്യ സമർദ്ധിഹേതു മഹാവിഭൂതേരവലോകതോന്യോ നൈവോപപദ്യേതൈതുത്തമസ്യ. മഹാവിഭൂതിപതിയായിരിക്കുന്ന സാക്ഷാൽ ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ്, ഇത് വേറെ ഒന്നുമല്ല.
കാരണം ഞാൻ അവിടത്തോട് ചെന്നിട്ട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും അവിടുന്ന് എന്റെ ഇംഗിതം, കുടുംബത്തിന്റെ ഹിതം ഓർത്ത് ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങൾ ചെയ്ത് എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിലൊന്നും എനിക്ക് ഒരു ബന്ധവും ഉണ്ടാവാതെ കണ്ട് എന്നെ രക്ഷിക്കണമെന്ന് ആദ്യം പ്രാർത്ഥിക്കുന്നത്. എനിക്ക് ഈ സമ്പത്തിലൊന്നും ആഗ്രഹം തോന്നാതെ കണ്ട് തന്നെ ഇനിയുള്ള ജീവിതം കഴിഞ്ഞു കൂടണേ എന്നാ എന്താ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ, തസ്യൈവമേ സൗഹൃദ സഖ്യ മൈത്രീ ദാസ്യം പുനർജന്മനി ജന്മനി സ്യാൽ മഹാനുഭാവേന ഗുണാലയേന വിസജ്ജതസ്തത്പുരുഷ പ്രസംഗ. എനിക്ക് ഈ ഭഗവാനോടുള്ള സഖ്യം, മൈത്രി, ഇതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൂടാതെ പരമഭക്തോത്തമന്മാരുമായി നിത്യേന കഴിഞ്ഞുകൂടാനും ഭഗവത് കഥകൾ അവരുടെ മുഖത്ത് നിന്ന് കേട്ടുകൊണ്ട് ഭാവി ജീവിതം ധന്യമാക്കി തീർക്കാനും മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേറെ ഒന്നും എനിക്ക് ആഗ്രഹമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എല്ലാറ്റിലും വിരക്തനായിട്ട് തന്നെയാണ് കഴിഞ്ഞുകൂട്ടിയത്. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആ ഐശ്വര്യത്തിലുള്ള വൈരാഗ്യം ഈ കുചേലനെ പോലെ ഈ ലോകത്തിൽ വേറെ ആർക്കും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഉണ്ടാവോ? ഈ സർവ്വവിധ ഐശ്വര്യങ്ങളും കയ്യിൽ കിട്ടിയിട്ട് പോലും അദ്ദേഹം അതിലെ അശേഷം പോലും അതിൽ സക്തനാവാതെ കഴിച്ചുകൂട്ടിയെന്നാണ്. ഇങ്ങനെയുള്ള ഒരു പരമഭക്തോത്തമന്റെ കഥയാണ് ഇതിൽ പറഞ്ഞത്. പിന്നീട് അദ്ദേഹം ഈ ഗുണം ഭഗവാന്റെ കൽപ്പന പ്രകാരം അവിടെ അനുഭവിക്കാൻ വേണ്ടി കിട്ടിയതൊക്കെ ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി എന്ന ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ധർമ്മത്തിന് വിരുദ്ധമാവാത്ത രൂപത്തിൽ ഈ സുഖങ്ങളൊക്കെ അനുഭവിച്ചുകൊള്ളൂ എന്നാണ് ഭഗവാന്റെ നിയമം. അപ്പോൾ ധർമ്മത്തിന് വിരുദ്ധമാവാതിരിക്കണം, അതാണ് വേണ്ടത്. ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടുള്ളത് അതാണ്. അദ്ദേഹം തന്റെ ജീവിതത്തിൽ മുഴുവൻ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ജീവിച്ചത് എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഭഗവാൻ ഒരു സുഖവും വേണ്ടാന്ന് വെച്ചിട്ടേ ഇല്ല. സർവേശ്വരനായ ഭഗവാൻ എല്ലാം അനുഭവിച്ചുകൊണ്ട് തന്നെ ജീവിച്ചു. പക്ഷേ എന്താ ഒരു പ്രത്യേകത അറിയോ? ഇതിലൊന്നും അദ്ദേഹം സക്തനായിരുന്നില്ല. ആസക്തി അശേഷം ഉണ്ടായില്ല ഈ പ്രപഞ്ച കാര്യങ്ങളിൽ, ഈ സുഖാനുഭവങ്ങളിലൊക്കെ. നിസ്സംഗനായിട്ടാണ് അദ്ദേഹം ഈ പ്രപഞ്ച സുഖങ്ങളൊക്കെ അനുഭവിച്ചത്. കാണിച്ചു തരാണ്, ഇതുപോലെ നിങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടി തന്നെയാണ് ഈ പ്രപഞ്ച സുഖങ്ങളൊക്കെ ഞാൻ ലോകത്തിൽ നിരത്തി വെച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാം അനുഭവിച്ചോളൂ, പക്ഷേ നിസ്സംഗനായിരിക്കണം എന്നെ പോലെ, എന്നാൽ നിങ്ങൾക്ക് ദുഃഖമില്ല ഉണ്ടാവില്ല എന്ന് തന്റെ ജീവിതം കൊണ്ട് ലോകത്തിന് കാണിച്ചു കൊടുത്ത ആ മഹാത്മാവാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അതന്നെയാണ് ഇദ്ദേഹത്തിന് കൊടുത്തത്. സർവൈശ്വര്യങ്ങളും കൊടുത്തു. എന്നിട്ടോ അദ്ദേഹം ഭഗവാന്റെ ആശയത്തോടുകൂടി തന്നെയാണ് ജീവിച്ചത്. ഒന്നിൽ പോലും സക്രിയില്ലാതെ നിസ്സംഗനായിട്ട് തന്നെ ഭാവി ജീവിതം കഴിച്ചുകൂട്ടി ഭഗവാന്റെ നിരന്തര സേവനത്തിൽ കൂടി അദ്ദേഹം മുക്തി പ്രാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അധ്യായം അവസാനിക്കുന്നത്. അതുകൊണ്ട് ഈ കഥ കേട്ടാൽ നമുക്കുണ്ടാവേണ്ടതും ഈ വൈരാഗ്യം തന്നെയാണ്. കാരണം സുഖാനുഭവങ്ങളുടെ ഒരു വലിയ ഘോഷയാത്രയിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത് ഇപ്പോൾ. പക്ഷേ ഇതിൽ അശേഷം പോലും സക്രിയില്ലാതെ നിസ്സംഗനായിട്ട് ഈ അനുഭവം നമുക്കുണ്ടാക്കിത്തരാൻ സർവേശ്വരനായ ഗുരുവായൂരപ്പനോട് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ സുഖഭോഗങ്ങളിൽ തന്നെ മുഴുകി ഞങ്ങളുടെ ഈ ജീവിതം നിഷ്ഫലമാക്കി തീർക്കരുതേ ഭഗവാനെ. മനുഷ്യജീവിതം കിട്ടിയിട്ട് ഈ അവസരം പാഴാക്കി കളയാതെ നിസ്സംഗനായിട്ട് മാത്രം ഇവിടെ ജീവിച്ച് അവിടുത്തെ നിരന്തരം സേവിച്ചുകൊണ്ട് ആ പാദകമലത്തിൽ ഭക്തി ഉണ്ടാവാൻ അനുഗ്രഹിക്കണേ എന്നാണ് നമ്മളും ഈ അവസരത്തിൽ ഉണ്ണികൃഷ്ണനോട് പ്രാർത്ഥിക്കുന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.